ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഷോ ആട്ടോ. അതായത് ഒരു കുഴപ്പമില്ലായിരുന്ന മുടിയായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയി. ഞാൻ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും വന്നത്. ലെയർ കട്ടാണ് ഞാൻ ഉദ്ദേശിച്ച് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുടി കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി കട്ടി ഉണ്ടെങ്കിലേ കാണാൻ ഭംഗിയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് യു കട്ട് വെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യു കട്ട് വെട്ടാൻ പോയാട്ടോ. ഞാൻ എൻ്റെ ലെങ്ത് ഉദ്ദേശിച്ചത് ഒരു ഷോൾഡറിൻ്റെ കുറച്ച് താഴത്തൊക്കെ നന്നായിട്ട് വരത്തക്ക രീതിയിലാണ്. പക്ഷേ വെട്ടി വന്നപ്പോൾ ഇത് ഇത്രയേ ഇറക്കുള്ളൂ കേട്ടോ. ശരിക്കും പണി പാളിപ്പോയി. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ സങ്കടമൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച മുടിയല്ലേ പിന്നെ വളർന്നോളൂല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ ഈ കൊറിയൻ ഗേൾസിൻ്റെ ഒക്കെ ഒരു ലുക്കായി എന്താ പറയുക, ആ ഒരു ലുക്കിലുള്ളത്രയും മുടിയുള്ളൂ കേട്ടോ. അങ്ങനത്തെ എന്താ പറയുക, ലൈഫിൽ ഫസ്റ്റ് ടൈം പോയിട്ട് എന്താ പറയുക, പാർലറിൽ പോയി ഹെയർ കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ്. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ആ പഴയ എന്താ പറയുക, വല്ലാത്തൊരു ഫീലായിപ്പോയി. ഇനിയിപ്പം എന്താ പറയുക, ചെറിയ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കുക. ഇപ്പം അഴിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഹെയർ ഇതിൽ ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ലെയർ കട്ടൊക്കെ അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കട്ടിയിൽ ഹെയർ കിടക്കുമെന്ന് വിചാരിച്ചു. ഇത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്ന ഹെയർ ഇത് ഇത്രയേ ഉള്ളൂ. അവനെന്നോട് പുറകിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചു ഇത്രയും വെട്ടിയാൽ മതി ചോദിച്ചപ്പോൾ നമുക്ക് ബാക്കിൽ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ഫ്രണ്ട് ഇത്രയും ലെങ്ത് കുറഞ്ഞാലും ബാക്കിലോട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തതാണ്. പക്ഷെ കട്ട് ചെയ്തിട്ട് നേരെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇത്രയും ഹെയർ മാത്രമേ ഉള്ളൂ കേട്ടോ. വല്ലാത്തൊരു ഫീലായി പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹെയർ കട്ടൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഇതിൽ പറഞ്ഞു കൊടുക്കട്ടെ, ഈ ഒരു അളവിൽ കറക്റ്റ് നിൽക്കണം എന്ന് പറയുക. ഞാൻ അങ്ങനെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഒരു ബാക്കിൽ നിന്ന് അങ്ങനെ ഈ ഒരു അളവ് മതി എന്ന് വെച്ചപ്പം ലെങ്ത് അത്ര ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. പിന്നെ ഇങ്ങനെ കേളി ആയിട്ട് എടുക്കുന്ന ഹെയർ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ചുരുണ്ട് കുറച്ചുകൂടി മുകളിലോട്ട് കയറിപ്പോവും. അപ്പം ലോങ് ഹെയർ എന്താ പറയുക, ഒരേപോലെ ലോങ്ങിൽ കിടക്കുന്ന ഹെയർ ആണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ എന്താ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് അളവ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കുക ഹെയർ ഒരുപാട് കയറിയാണോ പോകണേന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹെയർ നമുക്ക് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, വിഷമമുണ്ട്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വളർന്നോളും. ഞാൻ എന്താ ഉദ്ദേശിച്ച പോലെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ സൂപ്പറായാലും, ഒരുപാട് ഇറക്കം കുറയാണ്ട് അത്യാവശ്യം ലെങ്തി നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചൊന്നും കാര്യങ്ങൾ വന്നില്ല. ഒരുപാട് ലെങ്ത് കുറഞ്ഞും പോയി. ഇനിയിപ്പം അത് സെറ്റാക്കിയൊക്കെ എടുക്കണം. പോകുന്ന ബ്യൂട്ടി പാർലറിനെ കുറിച്ച് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയൊക്കെ പിന്നെ വളർന്നു വരാൻ ഒരുപാട് ടൈം എടുക്കും. ഇപ്പം അത്രയും ലെങ്ത് കുറഞ്ഞത് കൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇനി എത്ര നാളുകൊണ്ട് അത്രയും വളർന്നു വരിക എന്നൊന്നും അറിയില്ല ഹെയർ. അപ്പോൾ എന്തായാലും ഉടനെ വളർന്നു വരും എന്നൊക്കെ വിശ്വസിക്കാം. ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ, അത്രയും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ വെട്ടിയ അത്ര എന്താ പറയുക, അത്രയും അങ്ങോട്ട് കുറയുകയല്ല, എന്നാലും അത്ര ഒത്തിരി കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലെയർ കട്ട് അടിക്കാനായിട്ടായിരുന്നു പോയത്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വലിയ വഴക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അത് ഒരു സമാധാനം. പിന്നെ കുഴപ്പമില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റാ.